തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാൻ ഇടതുമുന്നണി. LDF യോഗം മറ്റന്നാൾ ചേരും. മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് UDF. വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണം അടക്കമുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് KPCC അധ്യക്ഷൻ. ചരിത്ര നേട്ടം സ്വന്തമാക്കിയ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കി. അണിയറയിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് BJP കടന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നേട്ടം കൈവരിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി വിപുലീകരണം അടക്കം ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി UDFൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിൽ എത്തിയതായാണ് സൂചന. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. അതേസമയം BJP ആകട്ടെ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ഒരു മുഴം മുമ്പേ തുടങ്ങിയിരിക്കുകയാണ്. നിയമസഭയിൽ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ഏത് വിധേനയും ആ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചതായാണ് സൂചന. നിയമസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ഉണ്ടാകും, തിരുവനന്തപുരത്തടക്കം അത് ആവർത്തിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പഠനങ്ങൾ നടത്തിയതിനു ശേഷം സർവേകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് BJP നേതൃത്വം കടന്നിരിക്കുന്നതും. അതേസമയം CPM ആകട്ടെ ക്ഷേമ പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിന്റെ ഞെട്ടലിലാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയുമൊക്കെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തടക്കമുണ്ടായ തിരിച്ചടികളുടെ ഇഴകേറിയുള്ള പരിശോധന ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി LDFന്റെ മുന്നണി യോഗം അടുത്ത ചൊവ്വാഴ്ച ചേരുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ട അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തുടർ ഭരണം ലക്ഷ്യമാക്കി തന്നെ പാർട്ടിയെ സജ്ജമാക്കുകയെന്ന വലിയ ദൌത്യമാണ് CPMന് മുമ്പിലുള്ളത്. LDF ആകട്ടെ സമാനമായ തരത്തിൽ മുന്നണിയിലെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ CPI അടക്കം വ്യത്യസ്തമായ നിലപാട്, അതായത് ചില അഴിച്ചുപണികൾ വേണമെന്ന് പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതാണ് LDFന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടുത്ത ദിവസങ്ങളിൽ ചേരാനിരിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും അതോടൊപ്പം LDFന്റെ മുന്നണി യോഗവും ഒരേപോലെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. BJP ആദ്യമായി നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് VV രാജേഷ് മേയറാകാനാണ് കൂടുതൽ സാധ്യത. മേയറെ തീരുമാനിക്കുന്നതിൽ BJP ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ R ശ്രീലേഖ അടക്കമുള്ളവർക്കും പരിഗണന ഉണ്ടായേക്കും. 30 വർഷത്തെ തുടർച്ചയായ ഇടത് ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അടക്കം BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ അടക്കം പരിഗണനകൾ വലിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത കൈവന്നിരിക്കുന്നത്. ഒരുപക്ഷെ VV രാജേഷിന്റെ പേരിന് തന്നെയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രഥമ പരിഗണന. അതിനുശേഷം പരിഗണിക്കപ്പെടുന്നത് മുൻ DGP കൂടിയായ R ശ്രീലേഖയുടെ പേരാണ്. എന്തായാലും ഈ രണ്ട് പേരുകളാണ് ചർച്ചകളിൽ നിറയുന്നത്. VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ R ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആയേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തും എന്ന വാഗ്ദാനം അത് പാലിച്ചിരിക്കുമെന്ന് VV രാജേഷ് എന്ന മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ വലിയ വിജയത്തിലൂടെ BJP മുമ്പോട്ട് വെക്കുന്നത്. അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് കൃത്യമായി എല്ലാ നേതാക്കളെയും പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന് അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ നേതൃത്വം R ശ്രീലേഖയായിരിക്കുമോ അതോ VV രാജേഷിനെയുമായിരിക്കുമോ പിന്തുണയ്ക്കുക എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അത് സംബന്ധിച്ച കൂടിയാലോചനകളൊക്കെ ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന.
തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ തോൽവിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്താനാവില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആര്യ തന്റെ ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവർ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പം തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം, ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമത്തും വട്ടിയൂർക്കാവിലും CPM-ന് പാടെ അടിതെറ്റി. കഴക്കൂട്ടത്ത് പിടിച്ചു നിൽക്കാനായപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലും തിരിച്ചടി നേരിട്ടു. നേമത്തും വട്ടിയൂർക്കാവിലും കുതിച്ചു കയറിയ BJP കഴക്കൂട്ടത്തും കരുത്ത് കാട്ടി. വട്ടിയൂർക്കാവും തിരുവനന്തപുരവുമാണ് UDF-ന് തുണയായത്. രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഉത്കണ്ഠയിലാണ്. ഈ പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെക്കടയിലേക്ക് പോയപ്പോൾ പൂട്ടിയത് തന്നെ തുറക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നുള്ള വിവരം മനസ്സിലായത്. നിയമസഭയിൽ BJP-യുടെ അക്കൗണ്ട് സ്ഥിരമായി പൂട്ടിച്ചത് ആണെന്നാണ് വോട്ടെടുപ്പിന് ശേഷം നേമം MLA കൂടിയായ വി ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ അതത്ര എളുപ്പമാകില്ലെന്ന് തെളിയിക്കുന്നതായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലെ ഫലം. 9 കൗൺസിലർമാരുണ്ടായിരുന്ന ഇടതുമുന്നണി 4-ൽ ഒതുങ്ങി. BJP ആകട്ടെ നേരത്തെ ഉണ്ടായിരുന്ന 13 വാർഡുകൾ നിലനിർത്തി. 5 വാർഡ് അധികം നേടുകയും ചെയ്തു. UDF 1 വാർഡിൽ ഒതുങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേമത്തെ CPM-നെ കാത്തിരിക്കുന്നത് കടുത്ത പരീക്ഷണമെന്നുറപ്പാണ്. മേയർ ബ്രോയിലൂടെ പിടിച്ചെടുത്ത വട്ടിയൂർക്കാവ് തദ്ദേശത്തിൽ CPM-നെ കൈവിട്ടു. 12 സിറ്റിംഗ് വാർഡുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി 3-ൽ 1 ചുരുങ്ങി. MLA BK പ്രശാന്ത് മണ്ഡലം മുഴുവൻ ഓടി നടന്നിട്ടും 4 മാത്രമാണ് ജയിക്കാനായത്. BJP 8-ൽ നിന്ന് 11 ഉയർന്നു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന K മുരളീധരന് ആത്മവിശ്വാസം നൽകുന്നതാണ് UDF-ന്റെ പ്രകടനം. തിരിച്ചുവരവിന് സൂചന നൽകി 4-ൽ നിന്ന് 9 UDF സീറ്റുകൾ ഉയർത്തി. വലിയ തിരിച്ചടിയിലും ആശ്വസിക്കാവുന്ന ഫലമാണ് CPM-നും കടകംപള്ളി സുരേന്ദ്രനും കഴക്കൂട്ടം നൽകുന്നത്. കഴിഞ്ഞ തവണത്തെ മേൽക്കൈ നിലനിർത്താനായില്ലെങ്കിലും 10 വാർഡുകളിൽ ഇത്തവണയും ഇടതുമുന്നണി ജയിച്ചു. 4 വാർഡുകൾ നഷ്ടമായി. കടകംപള്ളിയുടെ കഴക്കൂട്ടത്തെ എതിരാളി B മുരളീധരൻ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചപ്പോൾ BJP 5-ൽ നിന്ന് 13 സീറ്റ് ഉയർത്തി. മുരളീധരന് ആത്മവിശ്വാസത്തോടെ കഴക്കൂട്ടത്ത് മത്സരിക്കാം. തീരദേശ മേഖലകൾ അടങ്ങിയ തിരുവനന്തപുരം സെൻട്രലിലെ പ്രകടനമാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് നഗരസഭയിൽ പ്രതീക്ഷകൾ മറികടന്നുള്ള വിജയം സമ്മാനിച്ചത്. 14 വാർഡുകളാണ് അന്ന് LDF ജയിച്ചു കയറിയത്. അത് ഇത്തവണ 8-ൽ ഒതുങ്ങി. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് 2-ൽ നിന്ന് 5-ലേക്ക് ഉയർന്നു. BJP-യും മോശമാക്കിയില്ല. 3-ൽ നിന്ന് 7 വാർഡുകളാണ് BJP-യുടെ അക്കൗണ്ടിലെത്തിയത്. മാസങ്ങൾക്കിപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഈ മണ്ഡലങ്ങളിൽ മുന്നണികളും നേതാക്കളും തദ്ദേശ പോരിനിറങ്ങിയത്. UDF-നും BJP-ക്കും പ്രതീക്ഷ നൽകുന്ന ഫലമുണ്ടായപ്പോൾ CPM-ന് ആശങ്ക ഉണ്ടാക്കുന്നതാണ് നഗരമണ്ഡലങ്ങളിലെ തദ്ദേശ ഫലം. VV അരുൺ, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJP-ക്ക് ലഭിച്ച ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ തവണ ഇതിലും വലിയ ഭൂരിപക്ഷം BJP നേടിയിട്ടും നിയമസഭയിൽ LDF ആണ് വിജയിച്ചത്. നേമത്ത് ഇത്തവണ താൻ മത്സര രംഗത്തുണ്ടാകുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടാവണമെന്നില്ല. പാർലമെന്റ് ഇലക്ഷൻ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. നിയമസഭയിൽ ഒരു വോട്ടിംഗ് പാറ്റേണാണ്. ലോക്കൽ ബോഡീസിന് ഒരു വോട്ടിംഗ് പാറ്റേൺ. മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ജയിച്ചിട്ടുള്ളത്. ഞാനതില്ല LDF അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല. മത്സരിക്കണോ വേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിയിൽ ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുന്ന എനിക്ക് പ്രഖ്യാപിച്ച നാളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. UDF ഭരണം തിരിച്ചുപിടിച്ച കൊച്ചിയിൽ 3 പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് പുറമെ VK മിനിമോളും ഷൈനി മാത്യുവുമാണ് പരിഗണനയിലുള്ളത്. മികച്ച ഭൂരിപക്ഷത്തിലേക്ക് കൊച്ചി കോർപ്പറേഷനിലെ UDF എത്തിയതോടുകൂടി തന്നെ കോൺഗ്രസിൽ മേയർ ആരാകും എന്നത് സംബന്ധിയായ കാര്യങ്ങൾക്കുള്ള സജീവ ചർച്ചയിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. അതിൽ പല പേരുകൾ പരിഗണിക്കുന്നു. നേരത്തെയും ഉയർന്നു വന്ന പേരുകൾ തന്നെയാണ് ഇത്തവണ ഇപ്പോഴും മത്സരത്തിന് ശേഷവും അവരെല്ലാം തന്നെ വിജയിച്ച് കയറിയതുകൊണ്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. അതിൽ KPCC വക്താവും ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് പ്രഥമ പേരായിട്ട് ഉയർന്നു വരുന്നത്. മറ്റൊന്ന് VK മിനിമോളിൻ്റേതാണ്. കഴിഞ്ഞ 3ാമത്തെ ടൈമിലേക്കാണ് ഇപ്പോൾ മത്സരിച്ച് ജയിക്കുന്നത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ്.
ഒപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു ഇതിന് മുൻപുണ്ടായിരുന്ന കൗൺസിലിൽ കഴിഞ്ഞതിന് മുൻപുണ്ടായിരുന്ന കൗൺസിലിൽ അവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകാരിൽ ഒരാൾ ഷൈനി മാത്യു ആയിരുന്നു. പശ്ചിമ കൊച്ചിയിൽ നിന്നൊരാൾ വേണം, ഒരു പരിഗണന വേണമെന്ന ആവശ്യത്തോടു കൂടിയായിരുന്നു ഈ ഒരു പേര് ഉയർന്നു വരികയും ചെയ്തത്. എന്തായാലും ഈ 3 പേരും തന്നെയാണ് വളരെ സജീവമായിട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. ആരാകും എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നത് KPCC എല്ലാം തന്നെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും. പാർട്ടിയുടെ ഉന്നത സമിതി കൂടി ആലോചിച്ച ശേഷമായിരിക്കും. ജില്ലാ നേതൃത്വത്തിനും അത് നിർണായകമായ സ്വാധീനം ഈ തീരുമാനത്തിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഹൈബി ഈഡനും DCC പ്രസിഡന്റ് ഷിയാസും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിലടക്കം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ശുപാർശകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിൽ നിർണായകം തന്നെയാകും. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും എല്ലാം തന്നെ കോൺഗ്രസിനും UDF സംവിധാനങ്ങൾക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തീരുമാനവും വലിയ രീതിയിൽ ബഹളങ്ങളില്ലാതെ അല്ലെങ്കിൽ വാക്പോരില്ലാതെ തീർക്കണം എന്ന ഒരു നിർദ്ദേശവും പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈ പേരുകൾ തമ്മിലുള്ള ഒരു ചർച്ച വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിൽ ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് കുറച്ചുകൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അവർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിൽ ഉള്ള ഒരാളാണ്, മുൻ കൗൺസിലറാണ്. ഒപ്പം തന്നെയും സംഘടനാപരമായും എല്ലാം തന്നെ വലിയ രീതിയിൽ സംഘാടന മികവെല്ലാം തന്നെ തെളിയിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഒരു കൊച്ചി മേയർ എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഈ ഭരണ പ്രാഗൽഭ്യത്തിനൊപ്പം തന്നെയാണ് രാഷ്ട്രീയപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക കൂടി അതിൽ കുറച്ച് പക്വതയും പാകതയും എല്ലാം തന്നെ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ യോജിപ്പിച്ച് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ ദീപ്തിയുടെ പേര് ഉയർന്നു വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. UDFനെ സംബന്ധിച്ച് ഒരു നേതൃത്വം കൂടി ആലോചിക്കും. ഇപ്പോൾ ജനങ്ങൾ വലിയ വിജയമാണ് എറണാകുളം കൊച്ചി നഗരത്തിൽ തന്നിരിക്കുന്നത്. അത് ജനങ്ങൾ അറിഞ്ഞു തന്നിരിക്കുന്ന വിജയമാണ്. വലിയ ഉത്തരവാദിത്തമാണ് UDFനെ സംബന്ധിച്ചുള്ളത്. ഈ നഗരത്തിൻ്റെ വികസനം, നഗരത്തിൻ്റെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട് UDFന്. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് ഇനിയിപ്പോൾ നേതൃത്വം കൂടി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. VK മിനുമോളും ഈ രീതിയിൽ തന്നെ സമരരംഗത്തും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തും എല്ലാം തന്നെ സജീവമാണ്. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമെല്ലാം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവർക്കും ഒരു പരിഗണന വരുന്നു. ഇവർ തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു മത്സരം ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷൈനി മാത്യു നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഇത്തരം ചർച്ചകൾ പലതും നടക്കുകയും അന്ന് ഒരു പിരീഡ് നിശ്ചയിക്കുകയും 2 പേർക്കും തമ്മിൽ, അതായത് അന്നുണ്ടായിരുന്ന സൗമിനി ജെയിൻ മേയർ, അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിന് നൽകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. പക്ഷെ അത്തരം ധാരണകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കോൺഗ്രസിൽ ഒരു സമയത്ത് വലിയ രീതിയിലുള്ളൊരു പരസ്യ പ്രതിഷേധത്തിനടക്കം ഈ ഒരു വിഷയം ഇട നൽകുകയും ചെയ്തിരുന്നു. കൗൺസിലടക്കം ഈ ഒരു ഭിന്നിപ്പ് ശക്തമാകുന്ന ഒരു സാഹചര്യവും എല്ലാം തന്നെ കണ്ടതാണ്. എന്തായാലും അന്ന് ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഷൈനി മാത്യുവിന് മേയർ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളും അടക്കം ഉയർന്ന് വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടപ്പാക്കാൻ പറ്റാതെ പോയത് അന്ന് ചില നേതാക്കന്മാർ ഉറപ്പ് നൽകിയതായി പറയുന്നുണ്ട്. അപ്പോൾ ആ ആർഗ്യുമെൻ്റ് തന്നെ, ആ വാദങ്ങൾ തന്നെ വീണ്ടും ഉയർന്നു വന്നേക്കാം. എന്തായാലും അവരുടെ പേരും സജീവമാണ്. എങ്കിലും ഇതൊരു രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം തന്നെയായിരിക്കും കൊച്ചി മേയർ ആരായിരിക്കുക എന്നത്. ആ പേരുകളിലുള്ള ചർച്ച വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും. വലിയ തലവേദനകളില്ലാതെ തന്നെ അത് ആ ഒരു പേരിലേക്ക് ചുരുങ്ങുക എന്നത് തന്നെയാണ് പാർട്ടി നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. മുസാഫർ അഹമ്മദ് തോറ്റതോടെ കോഴിക്കോട്ട് മേയർ സ്ഥാനത്തേക്ക് മറ്റ് പേരുകൾ പരിഗണിക്കുകയാണ് ഇപ്പോൾ CPM. S. ജയശ്രീ, O. സദാശിവൻ, K. രാജീവൻ, TS. ഷിംജിത്ത് എന്നിവരാണ് സജീവ പരിഗണനയിലുള്ളത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മേയർ സ്ഥാനാർത്ഥിയായി കരുതിയിരുന്ന മുസാഫർ അഹമ്മദിന്റെ തോൽവി ഉണ്ടാവുന്നത്. അദ്ദേഹം അങ്ങനെ സ്ഥാനാർത്ഥിയായിരുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും അത് തന്നെയായിരുന്നു പ്രതീക്ഷ. അപ്പോൾ മറ്റു പേരുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഏതൊക്കെയാണ് പരിഗണനാ പട്ടികയിലുള്ള പേരുകൾ, എന്തൊക്കെയാണ് അവരുടെ സാധ്യതകൾ?
ശ്രീജ, മീഞ്ചന്ത ഡിവിഷനിൽ നിന്നും അനായാസമായി വിജയിക്കാം എന്ന കണക്കൂട്ടിൽ തന്നെയായിരുന്നു നിലവിലെ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ കൂടിയായ മുസാഫിർ അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ തോൽവി അക്ഷരാർത്ഥത്തിൽ പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്തായാലും ഇതേ തുടർന്നാണ് പുതിയ ഒരു മേയറിനെ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള, കേവല ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ഭരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പേരുകളിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരായി കഴിഞ്ഞ തവണത്തെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ഡോക്ടർ ജയശ്രീയുടേതാണ്. അവർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു നിലവിലെ കൗൺസിലിൽ. പക്ഷേ കഴിഞ്ഞ തവണ ബീന ഫിലിപ്പ് മേയറായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു വനിതാ മേയർ എന്നതിന് സാധ്യത കുറവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ O സദാശിവനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അദ്ദേഹം മുതിർന്ന നേതാവും മുസാഫിർ അഹമ്മദ് കഴിഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ CPMന്റെ ഏറ്റവും മുതിർന്ന ആളുമാണ്, ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അങ്ങനെ പരിചയസമ്പന്നനായ ഒരാളെ നിയോഗിക്കണമെന്ന ഒരു തീരുമാനം വന്നാൽ അദ്ദേഹത്തിലേക്ക് എത്തും. ഒപ്പം രാജീവും സമാന രീതിയിൽ തന്നെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ബേപ്പൂർ മേഖലയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. രാജീവിലേക്കും പിന്നീടാണ് ഈ കൊണ്ടോപ്പറമ്പ് ഡിവിഷനിൽ നിന്നുള്ള ഷിംജിത്ത്, അദ്ദേഹം ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇങ്ങനെ 3 പേരാണ് ഈ പരിഗണിക്കപ്പെടുന്ന മുഖങ്ങളുള്ളത്. അതിൽ O സദാശിവന്റെ പേരിന് തന്നെയാണ് കൂടുതൽ പ്രാമുഖ്യം എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് ചേർന്നെങ്കിലും ആ സെക്രട്ടേറിയറ്റിൽ ഇത്തരം ഈ മേയർ ആരെന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല. കോർപ്പറേഷനിലെ കമ്മിറ്റി ആദ്യം ചേരും, അതിനുശേഷം ജില്ലാ കമ്മിറ്റിയോട് പറയുകയും സംസ്ഥാന കമ്മിറ്റിക്ക് ആ പേര് നിർദ്ദേശിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനിടയിൽ സംസ്ഥാന കമ്മിറ്റി ആളുകളെ കണ്ടെത്തി താഴേക്ക് നിർദ്ദേശിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിൽ സദാശിവന്റെ പേരിനാണ് ഈ ജില്ലയിൽ മുൻതൂക്കം ലഭിക്കുന്നതെങ്കിൽ പോലും തിരുവനന്തപുരത്തൊക്കെ പരീക്ഷ പോലൊരു താരതമ്യേന പുതുമുഖമായ ആളെ പരീക്ഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം എന്നടക്കമുള്ള ചില പുതുമുഖ നേതാക്കൾ കൂടി അല്ലെങ്കിൽ യുവാക്കൾ കൂടിയായ ആളുകൾ ഉണ്ട്. എന്തായാലും നിലവിൽ അത്തരം പരീക്ഷണങ്ങളിലേക്ക് നീങ്ങുന്നതായി അറിയില്ല. കാരണം ഈ വലിയ ഭൂരിപക്ഷമില്ലാത്ത ഭരണം നടക്കുന്ന ഒരു സാഹചര്യം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ അടക്കം പ്രതിപക്ഷത്തിന് നൽകേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് വളരെ സമയചിത്തതോടുകൂടി ആളുകളെ കൊണ്ടുപോകേണ്ടതുണ്ട്. ചിലപ്പോൾ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നതയാണ് ഏറ്റവും ആവശ്യം എന്നൊരു തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അങ്ങനെയെങ്കിൽ സദാശിവൻ തന്നെയാവും കോഴിക്കോട്ടെ അടുത്ത മേയർ. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്ത് ചരിത്ര വിജയമാണ് അവിടെ UDF നേടിയത്. അപ്പോൾ ആരായിരിക്കും മേയർ എന്നതിൽ ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും കൊല്ലം കോർപ്പറേഷന്റെ കാര്യത്തിൽ വലിയ ഉദ്വേഗമൊന്നുമില്ല. മുൻ കൗൺസിലറും INTUC ജില്ലാ അധ്യക്ഷനുമായ AK ഹഫീസാവും ഇവിടെ മേയറാവുക. 56-ൽ 27 സീറ്റും നേടിയാണ് കൊല്ലത്ത് UDF ചരിത്ര വിജയം സ്വന്തമാക്കിയത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗിന് ഇവിടെ 2 സീറ്റാണ് ഉള്ളത്. തൃശൂർ കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ ടേം അടിസ്ഥാനത്തിലായിരിക്കും നൽകിയേക്കുക. ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവരാണ് പരിഗണനയിൽ. 33 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. നാളെ പാർലമെന്ററി പാർട്ടി ചേരും. മേയറെ നാളെ തീരുമാനിക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാലായിൽ കൗതുകകരമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തുന്നത്. അവിടെ ഭരണം നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന്റെ ചടുലമായ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. 3 വാർഡുകളിൽ സ്വതന്ത്രരായി വിജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തെ ഒപ്പം നിർത്താൻ ചർച്ചകൾ സജീവമാണ്. ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള പദവികൾ നൽകാനും ആലോചനയുണ്ട്. UDFനൊപ്പം എന്ന പ്രഖ്യാപനം ഇതുവരെ ബിനു പുളിക്കക്കണ്ടം നടത്തിയിട്ടില്ല എന്നതാണ് ഒരു പോയിന്റായി ഇപ്പോൾ LDF കാണുന്നത്. UDF നേതൃത്വവും ബിനുവിനെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട്. പാലായിൽ എന്ത് എന്ന സസ്പെൻസ് തുടരുക തന്നെയാണ്. ബിനു പുളിക്കക്കണ്ടം ഒരു അന്തിമ നിലപാട് എടുത്തു വരുന്നതേ ഉള്ളൂ എന്നാണ് ഇന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് സാധാരണഗതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് UDFന്റെ ഭരണം, അതായത് UDFന്റെ പിന്തുണയോടെ ബിനു അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനിടെയാണ് ചില ചരടുവലികൾ കേരള കോൺഗ്രസ് എം നടത്തുന്നത്. ബിനുവിനെ ഒപ്പം ചേർത്ത് ഭരണം പിടിക്കുക എന്ന തന്ത്രമാണ്. പക്ഷേ അപ്പോൾ ബിനുവിന് ചെയർമാൻ സ്ഥാനവും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനവും നൽകേണ്ടി വരുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാലാ പോലൊരു തട്ടകത്തിൽ അവിടെ LDF ഭരണം തന്നെ ഇടതുമുന്നണി എന്ന നിലയിൽ ഭരണം പിടിക്കുക എന്ന തന്ത്രത്തിലേക്ക് അത്തരം ചർച്ചകൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗങ്ങളുമായൊക്കെ കേരള കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതായത്
ഇപ്പുറത്തെ UDF-ന്റെ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ ബിനു പുളിക്കകണ്ഠൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, ഈ ഒരു സ്വതന്ത്ര താനൊരു UDF കൂട്ടായ്മയുടെ ഭാഗമായി അല്ല ജയിച്ചത്, UDF പിന്തുണ നൽകിയത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്തെ പിന്തുണ മാത്രമാണ് എന്ന് പറയുകയാണ്. ഇന്നലെ UDF-ന്റെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോഴൊന്നും ബിനു അതിന്റെ ഭാഗമായിരുന്നില്ല. തൻ്റെ വാർഡിലുള്ള ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ്. ബിനു ഒപ്പമുള്ള 3 സ്വതന്ത്രന്മാരെയും ചേർത്തുകൊണ്ട് മാത്രമേ UDF-ന് ഭരണം സാധ്യമാകുകയുള്ളൂ. ഇടതുമുന്നണിക്ക് അത് 12+3 എന്ന നിലയിൽ മായ രാഹുലിനെ കൂടി ചേർത്താൽ അത് 15 മാറും, അല്ലെങ്കിൽ 14 മാറും. 14 പേരാണ് ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടത്. എന്തായാലും പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ കയ്യിൽ തന്നെ പന്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങോട്ടേക്ക് പോകും, ഏത് പോസ്റ്റിലേക്കാണ് ഗോൾ അടിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്, രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ. ഇനി മധ്യ കേരളത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകാം. മധ്യ കേരളത്തിലെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലേക്ക് UDF തിരികെ എത്തുന്നു എന്ന സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. കേരള കോൺഗ്രസുകളുടെ പിന്തുണയിൽ മാത്രം വിജയിച്ചിരുന്ന ഇടങ്ങളിൽ തനിച്ച് കരുത്ത് കാട്ടി എന്നതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ നേട്ടമാവുന്നത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ക്രൈസ്തവ മേഖലകളിൽ കോൺഗ്രസിന്റെ ഈ ആധിപത്യം പ്രകടം. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരള കോൺഗ്രസുകൾ ഇല്ലെങ്കിലും തങ്ങൾക്ക് മധ്യ കേരളത്തിൽ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അത് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഫലം വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതോടെ ആകെ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് മധ്യ കേരളത്തിൽ മാറുന്ന സാഹചര്യമാണുള്ളത്. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയും ഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിയമസഭാ സീറ്റിനെയും അത് കാര്യമായി ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നേരത്തെ അത് ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടത്. അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. ജോസഫ് ഗ്രൂപ്പിന് ജില്ലാ പഞ്ചായത്തിൽ അടക്കം 4 സീറ്റ് ലഭിച്ചു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും അവരുടേതായ ഇടങ്ങളിൽ കരുത്ത് കാട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിലാകെ വ്യാപിക്കുന്ന നിലയിലേക്ക് സ്വാധീനം ഉറപ്പിക്കാൻ അത് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച ആശ്വാസം. അതായത് മറ്റു പല ജില്ലകളും, ഇപ്പോൾ തിരുവനന്തപുരമോ അല്ലെങ്കിൽ പത്തനംതിട്ട, അങ്ങനെ തൃശ്ശൂരോ ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന ഭരണത്തിലേക്ക് പലപ്പോഴും എത്താൻ കഴിയുക എന്ന് പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മധ്യ കേരളം തങ്ങളുടെ എക്കാലത്തും തങ്ങളുടെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന സ്ഥലം അതങ്ങ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതൊരു വലിയ വേദനയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ വേദന, ആ മുറിവ് ഉണക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഫലം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം പഞ്ചായത്തിലും കോൺഗ്രസിനാണ് പ്രധാനപ്പെട്ട ആധിപത്യമായി ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ആശ്വാസമുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഇവിടെയെല്ലാം സമാനമായ സാഹചര്യമാണുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവും മധ്യ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്. ന്യൂനപക്ഷ സ്വാധീന മേഖലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ UDF വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDF-ന് അനുകൂലമായി എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ കണക്കെടുപ്പ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടമാണ് UDF ഉണ്ടാക്കിയത്. വെൽഫെയർ പാർട്ടി സഹകരണം അടക്കമുള്ള LDF പ്രചാരണവും ഇവിടെ ഏശി. സമാനതകളില്ലാത്ത ചരിത്ര വിജയമാണ് മലബാറിൽ UDF നേടിയത്. പ്രത്യേകിച്ച് മലപ്പുറത്ത് 94 പഞ്ചായത്തുകളിൽ 90-ഉം, 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 33-ഉം, 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 14-ഉം, 12 നഗരസഭകളിൽ 11-ഉം UDF നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്ത് LDF-ഉം UDF-ഉം സമാസമവുമാണ്. എന്താണ് LDF-ന് തിരിച്ചടിയായത്? LDF-ന് പ്രധാന വിലയിരുത്തൽ ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയും അതിനെ തള്ളിക്കളയാതെ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയുള്ള പിണറായി വിജയന്റെ തുടർ നടപടികളും ന്യൂനപക്ഷങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൂടിയായതോടെ മലപ്പുറത്ത് ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 20-30 വോട്ടിന് നഷ്ടമായിരുന്ന വാർഡുകളൊക്കെ തന്നെ LDF-ന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ UDF-ന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ സാധിച്ചു. വെൽഫെയർ പാർട്ടിക്കും അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 25 സീറ്റാണ് കിട്ടിയെങ്കിൽ ഇത്തവണ 32 സീറ്റിലേക്ക് വെൽഫെയറിൻ്റെ ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ 75 സീറ്റുകളും വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അങ്ങനെ LDF-ൽ നിന്ന്
മലപ്പുറം ജില്ലയിലെ സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ വെൽഫെയറിന്റെ പിന്തുണയോടെ UDF-ന് സാധിച്ചതോടെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് LDF-ന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഇത് പരസ്യമായിട്ട് അംഗീകരിക്കുവാൻ ലീഗ് തയ്യാറല്ലെങ്കിലും വെള്ളാപ്പള്ളിയുടെ ആ പരാമർശവും തുടർ നടപടികളൊക്കെ ഇതിന് മതേതര മനസ്സുകളെ മുറിവേൽപ്പിക്കുന്നതാണ് എന്ന തരത്തിലൊരു പ്രസ്താവനയാണ് PMS എല്ലാം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ മുന്നിൽ വെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് വിദ്വേഷവും വർഗീയതയും ജാതി സ്പർദ്ധയുമൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളം കണ്ടത്. കേരളത്തിലെ മതേതര ചിന്തയുള്ള മുഴുവൻ മനുഷ്യരും അതിനെതിരെയുള്ള അവരുടെ പ്രതിഷേധം അടക്കി വെക്കുകയും ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അത് ശക്തമായി ഉപയോഗിക്കപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പരോക്ഷമായിട്ട് ഈ ധ്രുവീകരണം സംഭവിച്ചു എന്നുള്ളത് മുസ്ലിം ലീഗും സമ്മതിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു ദിശാസൂചികയായിട്ട് ഇതിനെ ഇടതുപക്ഷം കാണുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറത്ത് പൊന്നാനി ഒഴികെ മറ്റെവിടെയും ഇടതുപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റിൽ തകർന്ന ഇടതുപക്ഷത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചെങ്കിൽ ഇനി അതിൽ നിന്ന് കരകയറാൻ ഇടതുപക്ഷം സംബന്ധിച്ച് മലപ്പുറത്ത് വലിയ പ്രതിസന്ധികളാണ് മുൻപിലുള്ളത്. എന്താണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ ഒരുപക്ഷെ ഇടതുപക്ഷം പരിശ്രമിക്കുക. അത് ഫലം കാണുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതുമാണ്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വൈകാതെ തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. PG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, BJP ആദ്യം ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ആഗ്രഹമാണെന്നാണ് കരുതിയത്. BJPയുടെ മേയർ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹമാണെന്നാണ് കരുതിയതെങ്കിലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ ഇനി ആ വരവ് മാത്രമാണ് അറിയാനുള്ളത്. ഇത് വലിയ രീതിയിൽ ഒരു നേട്ടമായി തന്നെ ദേശീയ തലത്തിൽ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട് BJP. എപ്പോഴായിരിക്കും വരവ്? എങ്ങനെയായിരിക്കും ആ വരവ്? ശ്രീജ, പ്രധാനമന്ത്രി ഏത് ദിവസം എത്തുമെന്നതിൽ ഒരു കൺഫർമേഷൻ വെയിറ്റിംഗ് ആണ്. അത് ഇതുവരെയും കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ എത്തും എന്ന ഒരു സന്ദേശം BJP കേന്ദ്രങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായുള്ള അത്തരമൊരു ആശയവിനിമയം പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പ്രധാനമന്ത്രിയുടെ വേഗത്തിലുള്ള തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്ര. കാരണം BJPക്ക് വലിയ വിജയം സമ്മാനിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടാകുന്നു. ചില വികസന പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുന്നു. ഒരുപക്ഷേ കേരള സന്ദർശനത്തിൽ അദ്ദേഹം മറ്റു ചില പരിപാടികൾ കൂടിയൊക്കെ ഉൾപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് വിശദമായി തന്നെ ഒരു ഷെഡ്യൂൾ ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും BJP നേതൃത്വം അവകാശപ്പെട്ടതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു വരവ് അത് തലസ്ഥാനത്തേക്ക് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ കോർപ്പറേഷനിലെ വിജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ BJP പ്രവർത്തകർക്ക് പിന്തുണ അഭിവാദ്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം സന്ദേശം പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യാത്ര ഉണ്ടാകുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ യാത്ര ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ലഭ്യമാവുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ് ഈ നീക്കത്തിലൂടെ എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനം നിയമസഭയിലേക്ക് ഒരു കരുത്താക്കാൻ കൂടിയാണ് BJPയുടെ നീക്കം. കോർപ്പറേഷനിലെ വിജയം പിന്നാലെ അത് നിയമസഭയിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ BJP മുന്നിൽ കാണുന്നത്. അതായത് സജിത്ത്, ആ വരവ് ഒരു ഇപ്പോൾ നേമത്ത് നിലവിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും മത്സരിക്കുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കൂടി A ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടി അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ആ വരവ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ പ്രഖ്യാപനം കൂടിയായി മാറില്ലേ? തീർച്ചയായിട്ടും ഈ കോർപ്പറേഷനിലെ വിജയം അത് നിയമസഭയിലുള്ള ഒരുക്കത്തിന് എല്ലാ സാധ്യതകളും ഒരുക്കുകയാണ് BJP. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് നീക്കം. ഒരുപക്ഷേ ഈ കോർപ്പറേഷനിൽ വിജയിച്ചു വന്ന ചില പ്രധാനപ്പെട്ട മുഖങ്ങൾ നിയമസഭയിൽ തന്നെ മത്സരിച്ചേക്കാം. കണക്കെടുക്കുമ്പോൾ നിയമസഭാ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തെ 2-3 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ആധിപത്യം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിയമസഭയിലും ആവർത്തിക്കാനാണ് നീക്കം. മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരമൊരു സാധ്യത ഉണ്ടായിട്ടും അത് നിയമസഭയിൽ പ്രതിഫലിച്ചില്ല. പക്ഷേ ഇത്തവണ അത് പ്രതിഫലിപ്പിക്കാൻ തന്നെയാണ് നീക്കം. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, ഒപ്പം നേമം, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങൾ വലിയ രീതിയിൽ BJPയുടെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നിയമസഭയിലേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ ആദ്യപടിയായി സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് മുന്നൊരുക്കം ആരംഭിക്കാനാണ് നീക്കം. ഇപ്പോൾ ഈ കോർപ്പറേഷനിൽ നമ്മൾ കണ്ട ചില പരിചിത മുഖങ്ങളൊക്കെ അവിടെയും നിയമസഭയിലേക്കും സ്ഥാനാർത്ഥികളായാലും അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷേ പ്രധാനമന്ത്രി വന്നതിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അതിൻ്റെ കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് BJP ഒരുങ്ങുന്നത്. ശരി.
TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴത്തെ ഊർജം നിയമസഭയിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. അതിലുള്ള ഒരു തുടക്കമായിരിക്കും പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവ്. ഇനി കാസർഗോഡ് ജില്ലയിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഭരണമാറ്റമില്ല. LDF തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കും. ബേക്കൽ ഡിവിഷനിൽ റീകൗണ്ടിംഗ് പൂർത്തിയായപ്പോഴും വിജയം LDF-നാണ്. 267 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. UDF-ന്റെ പരാതിയിലാണ് റീകൗണ്ടിംഗ് നടത്തിയത്. ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിന്റെ മേൽക്കൈയിലാണ് LDF-ന് ഭരണം ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നതിന് പിന്നാലെ CPM-ന് വലിയ രീതിയിൽ കളങ്കമുണ്ടാക്കിയത് മുൻമന്ത്രിയും CPM നേതാവുമായ MM മണിയുടെ ഒരു അധിക്ഷേപ പരാമർശമായിരുന്നു. ആ പരാമർശത്തിൽ ഇപ്പോൾ ഒരു തിരുത്ത് വരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം തെറ്റുപറ്റിയെന്ന് MM മണി പറഞ്ഞു. പാർട്ടിയുടെ നിലപാടാണ് തന്റെയും നിലപാട്. ഇന്നലെ ഒരു വികാരത്തിൽ പറഞ്ഞതാണെന്നും അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വാങ്ങി ശാപ്പാട് അടിച്ച ശേഷം മറിച്ച് വോട്ട് ചെയ്തു എന്നായിരുന്നു ഇന്നലെ MM മണിയുടെ പ്രതികരണം. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എനിക്ക് ബെസവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. MM മണിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി V ശിവൻകുട്ടിയും ഇന്ന് രംഗത്ത് വന്നു. മണി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചെറിയൊരു പരാജയം ഉണ്ടായതിന് ഇങ്ങനെയൊരു നയം സ്വീകരിക്കേണ്ടിയിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സ്വയം വിമർശനവുമായി CPI നേതാവ് K ശിവരാമൻ. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ജനങ്ങളുടെ യജമാനന്മാരാണ് എന്നാണ് പല നേതാക്കളുടെയും ധാരണ. പാറ, മണ്ണ്, കയ്യേറ്റ മാഫിയയുടെ കൂട്ടുകാരെ ജനം തിരിച്ചറിഞ്ഞുവെന്നും വിമർശനമുണ്ട്. പ്രവൃത്തിയും വാക്കും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നും ശിവരാമൻ മുന്നറിയിപ്പ് നൽകി. MLA MM മണിയെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്തെത്തി. മണിയെ പോലെ കുറച്ചുപേർ കൂടി വരണം, അത് UDF-ന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അല്ല, അത്തരം ആളുകൾ ഇടതുമുന്നണിയിൽ ധാരാളം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് MM മണി ചില്ലറക്കാരനല്ലല്ലോ. മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയിലെ ഉയർന്ന നേതാവാണ്, പത്മകുമാറിനെ പോലെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ പ്രസ്താവനകളെ എതിർക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. പാർട്ടികളുമായി ബന്ധമില്ല എന്ന് പോലും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ആലോചിച്ചുറച്ചുകൊണ്ടാണ് ജനങ്ങൾക്കെതിരെ ഇത്തരം അപകീർത്തികരമായ ജുഗുപ്സാവഹമായ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. MM മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ NK പ്രേമചന്ദ്രൻ. മണിയുടെ കുടുംബ സ്വത്ത് ഉപയോഗിച്ചല്ല ക്ഷേമ പെൻഷൻ നൽകുന്നത്. പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇനി ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വ്യാപകമായി അക്രമങ്ങൾ നടക്കുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. PK സുരേഷിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. ഓട്ടോയിലെത്തിയ 3 അംഗ സംഘം സ്ഫോടക വസ്തു എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാമന്തളിയിലെ മഹാത്മാഗാന്ധി പ്രതിമയും ഒരു സംഘം അക്രമികൾ തകർത്തു. മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. പ്രതിമയുടെ മൂക്ക് തകർന്ന നിലയിലാണ്. സംഭവത്തിൽ മഹാത്മാ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് KM തമ്പാൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പയ്യന്നൂരിൽ BJP പ്രവർത്തകരുടെ വീട്ടിൽ റീത്ത് വെച്ച CPM. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജയ് ഷോവിയുടെ വീടിന്റെ വരാന്തയിലാണ് റീത്ത് വെച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. BJP പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കണ്ണൂക്കരയിൽ CPM അനുകൂലികൾ BJP പ്രവർത്തകൻ റോഷിയുടെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തതായി പരാതിയുണ്ട്. ആഹ്ലാദ പ്രകടനത്തിനിടെ വാഹനത്തിനടുത്ത് വെച്ച് പടക്കം പൊട്ടിക്കാനുള്ള ശ്രമം തടഞ്ഞതോടെയായിരുന്നു ആക്രമണം. ഇവർ റോഷിയെ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ വൈകിട്ട് കണ്ണൂർ പാറാടുണ്ടായ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. 60ഓളം CPM പ്രവർത്തകർക്കെതിരെയും കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്കെതിരെയുമാണ് നടപടി. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF-ന്റെ തോൽവിക്ക് പിന്നാലെയായിരുന്നു സംഘർഷം. നിരവധി LDF UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. പാനൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തു. കോഴിക്കോട്
കോഴിക്കോട് ഏറാമല തുരുത്തിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നാടൻ ബോംബെറിഞ്ഞു. LDF പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് UDFന്റെ പരാതി. വിവരം അറിഞ്ഞ എടച്ചേരി പോലീസ് സ്ഥലത്തെത്തി. അതേസമയം LDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി അതിക്രമം കാട്ടിയെന്ന് ആരോപിച്ച് സംഘടിച്ചെത്തിയ പ്രവർത്തകർ നേരത്തെ തകർത്ത ഓഫീസിന് നേരെ വീണ്ടും അക്രമം അഴിച്ചുവിടുകയും ഇന്ദിരാഗാന്ധിയുടെ സ്തൂപം തകർക്കുകയും ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുകയാണ്. തൃശൂർ വടക്കേക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വടക്കേക്കാട് 9ാം വാർഡ് സ്ഥാനാർത്ഥി മിഖായിൽ ബാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നബീൽ വിജയിച്ചതോടെ മിഖായിൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലും വീട്ടിലും എത്തി ഒരു സംഘം ആക്രമണം നടത്തുകയായിരുന്നു. സംഭവത്തിൽ ബാബു വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വയനാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ സംഘർഷം. സുൽത്താൻ ബത്തേരിയിലായിരുന്നു സംഭവം. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ പ്രകോപിതരായ CPM പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബത്തേരി മുനിസിപ്പൽ കൌൺസിലറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് തല്ലിപ്പൊളിച്ചതായും വധഭീഷണി മുഴക്കിയതായും ഇവർ പറയുന്നു. 6ഓളം കോൺഗ്രസ് പ്രവർത്തകർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 20ഓളം പേർക്കെതിരെ ബത്തേരി പോലീസ് കേസെടുത്തു. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക വിമത സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും തുല്യ സീറ്റ് വന്നതോടെയാണ് സ്വതന്ത്രന്റെ പിന്തുണ അനിവാര്യമായത്. പുന്നക്കൽ വാർഡിൽ നിന്ന് കോൺഗ്രസ് വിമതനായി വിജയിച്ച ജിതിൻ പല്ലാട്ടാണ് ഭരണം തീരുമാനിക്കുന്നതിൽ നിർണായക ഘടകമാവുക. തിരുവമ്പാടി പഞ്ചായത്തിൽ UDF 9, LDF 9, സ്വതന്ത്രൻ 1 എന്നതാണ് കക്ഷിനില. ആര് ഭരിക്കണമെങ്കിലും തിരുവമ്പാടി പുന്നക്കൽ വാർഡിൽ നിന്നും വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജിതിൻ പല്ലാട്ട് പള്ളത്തിന്റെ പിന്തുണ വേണം. 538 വോട്ട് നേടി വൻ ഭൂരിപക്ഷത്തിലാണ് ജിതിൻ വിജയിച്ചത്. കോൺഗ്രസ് പാർട്ടി ചിഹ്നം അനുവദിച്ച ശേഷം പിൻവലിച്ചതോടെയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിലവിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് ജിതിൻ തീരുമാനിച്ചിട്ടില്ല. നിലവിലിപ്പോൾ ഞാൻ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഞാൻ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം എനിക്ക് വേണ്ടി അകമഴിഞ്ഞ പിന്തുണ, പേരെടുത്ത് പറയേണ്ട എല്ലാ ആളുകളും ഞാൻ പേരെടുത്ത് പറയേണ്ടതാണ്. ഇവരെല്ലാ ആളുകളും എനിക്ക് അകമഴിഞ്ഞ പിന്തുണ ഈ നാട്ടുകാരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ള ആളുകളുടെ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ഏതോ അവിടെയാണ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെ ജിതിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതുവരെയും ഇയാൾക്ക് പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല. തന്നെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും ജിതിൻ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. LDFന് പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെന്ന് CPM നേതാവ് P. മോഹനൻ. പരാജയ കാരണം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാഥമികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലും മെച്ചപ്പെട്ട വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായില്ല. എന്തുകൊണ്ടതുണ്ടായില്ല എന്നുള്ളത് വിശദമായ പരിശോധന എല്ലാ തലത്തിലും സൂക്ഷ്മതലത്തിൽ തന്നെ മുന്നണി നടത്തും, CPIM നടത്തും. ഇത് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം എന്ത് എല്ലാം മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, ഏതെല്ലാം തിരുത്തലുകൾ എവിടെയെല്ലാം ആവശ്യമുണ്ട്, അതെല്ലാം വളരെ ഗൗരവമായും അതുപോലെ തന്നെ സമയബന്ധിതമായും CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരം കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെ ആലോചിക്കുന്നു. UDF വെൽഫെയർ പാർട്ടി സഹകരണത്തിനെതിരെ മലപ്പുറത്ത് CPM ജില്ലാ സെക്രട്ടറി VP അനിൽ UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചതാണ് മലപ്പുറത്തെ പരാജയത്തിന് കാരണമെന്നാണ് വിശദീകരണം. കേരളത്തിന്റെ മതേതരത്വത്തെ തന്നെ തകർക്കുന്നതാണ് ഈ കൂട്ടുകെട്ടെന്നും അനിൽ വിമർശിച്ചു. ഇതൊരു താൽക്കാലികമായിട്ടുള്ള പരാജയമായി കണക്കാക്കുന്നു. കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്കകത്തും ഉണ്ടായിട്ടില്ല. UDFന്റെ ആപൽക്കരമായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആപൽക്കരമായ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ആ കൂട്ടുകെട്ട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയിലേക്ക് എത്തുകയും അതിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനം ഇടതുപക്ഷത്തിനെതിരായി അത് മതനിരപേക്ഷതയെ കൂടി വെല്ലുവിളിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം കൂടി ആണ് ഇവിടെ ഞങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ പരിശോധന നടത്തുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്.
പിണറായിസത്തിനേറ്റ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. മന്ത്രി മുഹമ്മദ് റിയാസ് നയിച്ചിട്ട് കോഴിക്കോട്ട് പോലും പരാജയമുണ്ടായി. പിണറായിയിൽ നിന്ന് മതേതര നിലപാടാണ് ജനം പ്രതീക്ഷിച്ചതെന്നും അതേസമയം വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാണ് അദ്ദേഹം കൊണ്ടുപോയതെന്നും അൻവർ പറഞ്ഞു. 2026 100 സീറ്റിലധികം നേടാനാകുമെന്ന പ്രതീക്ഷയും അൻവർ പങ്കുവച്ചു. പിണറായിസത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മലബാറിൽ പോലും കോഴിക്കോട് പോലും മരുമകൻ മുഹമ്മദ് റിയാസ് നേർക്കുനേരെ നിന്ന് പോരാട്ടം നയിച്ചിട്ട് പോലും ഇത്ര വലിയൊരു പരാജയം CPM ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അതാണ് കേരളത്തിലെ ബഹുജനം തിരിച്ചറിഞ്ഞത്. പിണറായി വിജയനിൽ നിന്ന് ആളുകൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? അദ്ദേഹത്തിൽ നിന്ന് ഒരു മതേതര നിലപാടും കൃത്യമായും പ്രതീക്ഷിച്ച ജനങ്ങളാണ് അവർക്ക് വോട്ട് ചെയ്തത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഏറ്റവും വലിയ വർഗീയവാദം പറയുന്ന ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് അവർക്ക് മാല ചാർത്തി കേരളത്തിലെ പൊതുസമൂഹത്തെയും ബഹുസ്വര സമൂഹത്തെയും മതേതരവാദികളെയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ BJP അടക്കം ഇവിടെ വികസിത കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്ന പ്രതി ഒളിവിലിരുന്ന് ജയിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സമരസമിതി ചെയർമാൻ സൈനുൽ ആബിദീൻ എന്ന ബാബു കുടുക്കിലാണ് ജയിച്ചത്. വിവാദമായ ഫ്രഷ് കട്ട് സമരത്തെ തുടർന്ന് 2 കേസുകളിൽ പ്രതിയായ ഇദ്ദേഹത്തിന് പ്രചാരണത്തിനിറങ്ങാനോ വോട്ട് ചെയ്യാനോ പോലും സാധിച്ചിരുന്നില്ല. താമരശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാബു വിജയിച്ചത് 225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാതെ ഒളിവിലിരുന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അങ്ങനെ മിന്നുന്ന ജയം നേടിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ. കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് എതിരായ സമരസമിതിയുടെ ചെയർമാൻ സൈനുൽ ആബിദീൻ എന്ന ബാബു കുടുക്കിൽ. താമരശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാബു വിജയിച്ചത് 225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ഫ്രഷ് കട്ട് പ്ലാന്റിലേക്ക് അതിക്രമിച്ച് കയറി അക്രമം നടത്തിയെന്നാരോപിച്ച് സെപ്റ്റംബർ 21-ന് താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ബാബു കുടുക്കിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെയാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി നിന്നത്. അതിനു പിന്നാലെ ഒക്ടോബർ 21 നടന്ന ഫ്രഷ് കട്ട് സംഘർഷത്തിലും ബാബു പ്രതിയേർക്കപ്പെട്ടു. പ്ലാന്റിൽ അതിക്രമിച്ച് കയറി തൊഴിലാളികളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പേരിലായിരുന്നു കേസ്. വിദേശത്തേക്ക് കടന്ന ബാബുവിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഏറെ സാഹസികമായിരുന്നു ബാബുവിന്റെ നീക്കങ്ങൾ. ബാബു കുടുക്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞപ്പോൾ തന്നെ നാട്ടിലെത്തിയാലുടൻ പിടികൂടാൻ പോലീസ് ശ്രമം തുടങ്ങി. എന്നാൽ വിദേശത്ത് നിന്ന് നേപ്പാളിൽ വിമാനമിറങ്ങിയ ബാബു റോഡ് മാർഗം ഇന്ത്യയിലെത്തുകയായിരുന്നു. പിന്നീട് ആഭ്യന്തര ഫ്ലൈറ്റിൽ കോഴിക്കോടേക്കും എത്തി. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വീണ്ടും ഒളിവിൽ പോയതിനാൽ ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാനായില്ല. ബാബു വോട്ട് ചെയ്യാൻ എത്തുമെന്ന് കരുതി ബൂത്തിലടക്കം പോലീസ് എത്തി. താമരശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുല്ലങ്ങോട് ഇതേ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയതും ബാബുവിന് കൂടുതൽ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ നാട്ടുകാർ ബാബുവിനൊപ്പം നിന്നു. ഫ്രഷ് കട്ട് വിഷയത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ കൂടിയാണ് ബാബുവിന് വോട്ടായി മാറിയത് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 താമരശ്ശേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ UDF തരംഗം. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും UDF തൂത്തുവാരിയപ്പോൾ LDFന് കനത്ത തിരിച്ചടി. 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 15ഉം UDF സ്വന്തമാക്കി. അതേസമയം വിജയത്തിനിടയിലും UDFന് ഞെട്ടലായി പ്രമുഖരുടെ തോൽവി. വയനാട് ജില്ലയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയക്കൊടി പാറിച്ചു. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 15ലും UDF വിജയിച്ചപ്പോൾ 2 ഡിവിഷനുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. കഴിഞ്ഞ തവണ 16 ഡിവിഷനുകളിൽ LDFനും UDFനും 8 വീതം സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു UDF അധികാരത്തിൽ വന്നത്. എന്നാൽ ഇത്തവണ LDFന് 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വയനാട്ടിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ലും UDF വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ മാനന്തവാടി, ബത്തേരി എന്നിവ UDF നേടിയപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കാനായി എന്നത് LDFന് ആശ്വാസമായി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ BJP അക്കൗണ്ട് തുറന്നു എന്നതും പ്രത്യേകതയാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയിലും 1 ഡിവിഷൻ BJPക്കാണ്. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 15 എണ്ണം UDF നേടിയപ്പോൾ 6 പഞ്ചായത്തുകളാണ് LDFന് ലഭിച്ചത്. 2 പഞ്ചായത്തുകൾ LDFും UDFും പങ്കിട്ടു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന UDF-ലെ സംഷാദ് മരക്കാർ വിമത സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് UDF-ന് ഏറ്റ പ്രഹരമാണ്. സംഷാദ് മരക്കാർ മുൻ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായിരുന്ന KE വിനയൻ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ LDF-ലെ TK രമേശ്, ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന LDF-ലെ അസൈനാർ, KISU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് തുടങ്ങിയവരാണ് പരാജയപ്പെട്ട ജില്ലയിലെ പ്രമുഖർ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. മൂവാറ്റുപുഴയിൽ കുഴലപ്പം വിതരണം ചെയ്ത് മാത്യു കുഴൽനാടൻ MLA. തെരഞ്ഞെടുപ്പ് വിജയാഘോഷം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിലാണ് MLAയുടെ കുഴലപ്പ വിതരണം. മുൻപ് മാത്യു കുഴൽനാടൻ MLAക്കെതിരെ നിരവധി പ്രതിഷേധങ്ങളിൽ DYFഐയുടെയും LDFന്റെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തിയപ്പോൾ കുഴലപ്പം വിതരണം ചെയ്തിരുന്നു. കുഴലപ്പം മൂവാറ്റുപുഴയുടെ ദേശീയ ഭക്ഷണമായി ഏറ്റെടുക്കണമെന്നാണ് MLA പരിഹാസത്തോടെ പ്രതികരിച്ചത്. നമ്മുടെ ബഹുമാനരായ MLA സൂചിപ്പിച്ചത് എല്ലാം ഞാൻ അടിവരയിടുന്നു. വോട്ട് കൊള്ളയിൽ പ്രചാരണം ശക്തമാക്കി കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് റാലി അല്പസമയത്തിനകം തുടങ്ങും. വോട്ട് കള്ളൻ സിംഹാസനം വിട്ടുപോകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AICC പ്രവർത്തക സമിതി അംഗങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുക്കും. വോട്ട് ചോരിക്കെതിരെ 5.5 കോടി ഒപ്പുകളും കോൺഗ്രസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിനെതിരെ BJP രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടിംഗ് മെഷീനെ വിമർശിക്കുകയും വോട്ട് കൊള്ള ആരോപിക്കുകയും ചെയ്യുന്നവർ ജയിക്കുമ്പോൾ അതേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മടികൂടാതെ അഭിനന്ദിക്കുന്നതായി അമിത് മാളവ്യ വിമർശിച്ചു. പാലക്കാട് തിരുമിറ്റക്കോട് വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ കീഴടങ്ങാനെത്തിയ പ്രതികളെ പോലീസ് കോടതിയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി. പട്ടാമ്പി കോടതിയിൽ അഭിഭാഷകനൊപ്പം എത്തിയ 3 പ്രതികളെയാണ് ഷൊർണൂർ DYSP സ്ക്വാഡും ചാലിശ്ശേരി പോലീസും ചേർന്ന് കോടതി പരിസരത്ത് നിന്ന് പിടികൂടിയത്. തിരുമിറ്റക്കോട് ദുബായ് റോഡ് കൊഴുക്കാട്ടിരി പാലത്തിന് സമീപം വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് 3 പ്രതികൾ കൂടി പിടിയിലായത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 4ആയി. പട്ടാമ്പി കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് മജിസ്ട്രേറ്റ് ഹാളിന് മുൻപിൽ നിന്ന് പ്രതികളെ പോലീസ് ബലമായി പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30യോടെയായിരുന്നു സംഭവം. മഫ്തിയിലെത്തിയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. പനമണ്ണ ആറുപുഴ ഷാഹിൻ, അനങ്ങനടി ഓവിങ്കൽ നജീബുദ്ദീൻ, പനമണ്ണ ഇയമ്മടക്കൽ ഫൈസൽ ബാബു എന്നിവരാണ് കസ്റ്റഡിയിലായത്. ഒറ്റപ്പാലത്ത് അഭിഭാഷകൻ മുഖേന കീഴടങ്ങാൻ അപേക്ഷയുമായി എത്തിയതായിരുന്നു മൂവരും. കോടതിയിലെത്തിയ വിവരം അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. ചാലിശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. വിഷയം മജിസ്ട്രേറ്റിനെ ധരിപ്പിച്ച ശേഷമാണ് 3 പേരെയും കോടതി വളപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. 3 പേരെയും FIRൽ പ്രതി ചേർക്കാൻ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ആദ്യ ദിനം ഫുട്ബോൾ താരം ലയണൽ മെസ്സി പങ്കെടുത്ത പരിപാടി അലങ്കോലമായതിൽ നടപടിയുമായി പശ്ചിമബംഗാൾ സർക്കാർ. മുഖ്യ സംഘാടകനെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ മാപ്പ് ചോദിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. ശനിയാഴ്ച പുലർച്ചെ 2:30-നാണ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കൊൽക്കത്തയിലെത്തിയത്. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി. മെസ്സി 1 മണിക്കൂർ ആരാധകരുമായി സംവദിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒപ്പം ബോളിവുഡ് താരം ഷാരൂഖ് ഖാനും ഉണ്ടാകുമെന്നായിരുന്നു പ്രചാരണം. എന്നാൽ രാവിലെ 11 മണിയോടെ സ്റ്റേഡിയത്തിലെത്തിയ മെസ്സി ആകെ അവിടെ ചെലവഴിച്ചത് 22 മിനിറ്റ് മാത്രം. ആദ്യം അദ്ദേഹം തന്റെ 70 അടി ഉയരമുള്ള പ്രതിമ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനായായിരുന്നു ചടങ്ങ്. തുടർന്ന് ഷാരൂഖ് ഖാനുമായും മറ്റ് പ്രമുഖ VIP-കളുമായും കൂടിക്കാഴ്ച നടത്തി. ഇതിനിടെ ഗ്രൗണ്ടിലിറങ്ങിയ മെസ്സി കേവലം 5 മിനിറ്റ് മാത്രം കാണികളെ അഭിസംബോധന ചെയ്ത് വേഗം മടങ്ങി. ഇതോടെയാണ് ജനങ്ങൾ ക്ഷുഭിതരായത്. 5,000 രൂപ മുതൽ 25,000 രൂപ വരെ മുടക്കിയാണ് 10,000ങ്ങൾ ഫുട്ബോൾ മിഷിഹായെ കാണാൻ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ഇവർ സംഘാടകരുമായി തട്ടിക്കയറി. തുടർന്ന് സ്റ്റേഡിയം തല്ലി തകർക്കുകയായിരുന്നു. ആരാധകർക്ക് മാത്രമല്ല, പരിപാടിയിൽ പങ്കെടുക്കാൻ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും മെസ്സിയെ കാണാൻ സാധിച്ചിരുന്നില്ല. സംഭവത്തിൽ മമത ആരാധകരോടും മെസ്സിയോടും മാപ്പ് ചോദിച്ചു. സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിരമിച്ച ജസ്റ്റിസ് അശ്വിൻ കുമാർ റേയുടെ അധ്യക്ഷതയിലെ പ്രത്യേക സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചത്. സംഘാടകരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷയത്തിൽ BJP സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ CV ആനന്ദ ബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കുറ്റപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്
മെസ്സി കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ടത്. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് ഹൈദരാബാദിലെത്തിയ താരം രാത്രി രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ വെച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയ മെസ്സി താൻ ഒപ്പിട്ട ഫുട്ബോൾ ജേഴ്സി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡീപോൾ എന്നിവരും ചടങ്ങിലുണ്ടായിരുന്നു. മെസ്സിക്കൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഫുട്ബോൾ തട്ടി. 3 ദിവസത്തെ ഇന്ത്യൻ പര്യടനം പൂർത്തിയാക്കുന്ന മെസ്സി നാളെയാണ് മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യ സന്ദർശനത്തിന്റെ 2ാം ദിവസത്തിലാണ് ഇന്നുള്ളത്. ഇന്ന് വൈകിട്ട് മെസ്സി മുംബൈയിലെ വാങ്ഖഡെ സ്റ്റേഡിയത്തിലെത്തും. സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഛേത്രി എന്നിവർ ചേർന്നാകും അദ്ദേഹത്തെ സ്വീകരിക്കുക. തുടർന്ന് മെസ്സി കാണികളെ അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രോജക്ട് മഹാദേവ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായ ഗോട്ട് ഫുട്ബോൾ ക്ലിനിക് മെസ്സി ഉദ്ഘാടനം ചെയ്യും. 2034 ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടാൻ ഇന്ത്യൻ താരങ്ങളെ സജ്ജമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നാളെ ഡൽഹിയിലെത്തുന്ന മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. യുഎസിലെ ബ്രൗൺ സർവകലാശാലയിലുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് വിവരം. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കെട്ടിടത്തിലാണ് അക്രമി വെടിവയ്പ് നടത്തിയത്. അക്രമിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പരീക്ഷ നടക്കുന്നതിനിടെയായിരുന്നു അക്രമം. വെടിവയ്പ് ഉണ്ടായതിനു പിന്നാലെ ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയ ആളാണ് അക്രമി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സംഭവത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെ അഴീക്കോട് ഒറോസ ഹോട്ടലിലായിരുന്നു സംഭവം. ഇന്നലെ രാത്രി ഗ്യാസിന് ലീക്ക് ഉണ്ടായിരുന്നു. പുലർച്ചെ വെള്ളം തിളപ്പിക്കാനായി തീ കത്തിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. കടയിലുണ്ടായിരുന്ന ഗ്ലാസും പാത്രങ്ങളും പൊട്ടിത്തെറിച്ചു. ഹോട്ടൽ ജീവനക്കാരായ രാജി, സിമി എന്നിവർക്കും ചായ കുടിക്കാനെത്തിയ നവാസുമാണ് പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. കായംകുളത്ത് തെരുവ് നായ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു സംഭവം. ഒരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. കടിയേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 12,275 രൂപ, പവന് 98,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,155 രൂപ, പവന് 81,240 രൂപ. വെള്ളി ഗ്രാമിന് 200 രൂപ, കിലോഗ്രാമിന് 2 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവും. നമസ്കാരം.